നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സേവനം ലഭ്യമാക്കാൻ CPI ഹൈദരാബാദിൽ നിന്നുള്ള PR സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം പ്രസന്റേഷൻ നടത്തി. കോടികൾ ചെലവാക്കി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അവതരണം നടത്തിയതല്ലാതെ PR ഏജൻസിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. സുനിൽ കന്നഗോലുവിന്റെ സേവനം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പാർട്ടി നേതൃത്വം കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്നതിനിടയിലാണ് CPI തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സഹായം തേടുന്നത്. പാർട്ടിയുടെ രാജ്യസഭാംഗങ്ങളുടെ മുൻകൈയിലാണ് ഏജൻസിയുടെ വരവ്. ഹൈദരാബാദിൽ നിന്നുള്ള PR ടീമിന് പിന്നിൽ പാർട്ടിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ മകനുമുണ്ട്. ഇന്നലെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം ഹൈദരാബാദിൽ നിന്നുള്ള PR ടീം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിൽ പ്രസന്റേഷൻ നടത്തി. ഇടതുമുന്നണി തുടർഭരണം നേടുമെന്ന് പ്രവചിക്കുന്ന PR ടീം CPI അപകട മുന്നമ്പിലാണെന്ന് മുന്നറിയിപ്പ് നൽകി. 25 സീറ്റിൽ മത്സരിക്കുന്ന CPIക്ക് പരമാവധി 9 സീറ്റുകൾ ലഭിക്കാനേ സാധ്യതയുള്ളൂവെന്നാണ് ഏജൻസിയുടെ പ്രവചനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കും മണ്ഡലങ്ങളിലെ സാമുദായിക ഘടനയും വിശദീകരിച്ചുകൊണ്ടായിരുന്നു PR ടീമിന്റെ പ്രസന്റേഷൻ. കോടികളാണ് ഏജൻസിയുടെ പ്രതിഫലം. ഇത്രയും പണം ചിലവാക്കിക്കൊണ്ടുവരുന്ന ഏജൻസിയുടെ അവതരണത്തിൽ പാർട്ടി സഖാക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളും സൈബറിടത്ത് ലഭ്യമാകുന്നതുമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂവെന്നാണ് നേതാക്കളുടെ വിമർശനം. വൻതുക ചെലവിട്ട് PR ഏജൻസിയെ കൊണ്ടുവരുന്നതിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ വലിയ മുറുമുറുപ്പുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട്, ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആരോടും ഉടമ്പടിയൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് PR ഏജൻസിയുടെ സഹായം തേടുന്നത് CPIയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. 24 വിവരം പുറത്തുവിട്ടതോടെ CPIയുടെ താഴെത്തട്ടിലും എതിർപ്പുയരുന്നുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.